ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഈ സുപ്രഭാതം എന്ന് പറയുന്ന ഒരു ആശയത്തെ, അല്ലെങ്കിൽ ഒരു പത്രം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഒരുപാട് വർഷത്തെ ചരിത്രത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷമാണ് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് ക്യാമ്പുകളിലും ക്ലാസ്സുകളിലും ഒക്കെ കേട്ടവരാണ് എന്റെ മുമ്പിലുള്ളത്. ഇതേതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ എടുത്തുചാടി ഉണ്ടായ തീരുമാനമല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ പോലും ഈ വിനീതം പങ്കെടുത്തിട്ടുണ്ട്. സമസ്തക്ക് സമസ്തയുടെ കാര്യം പറയാൻ ഒരു സാധനം വേണം. ഈ പത്രം കൊണ്ട് എന്തുണ്ട് മെച്ചം എന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും സുപ്രഭാതം വരുന്നതിന്റെ മുമ്പ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചവരാണ്, സുപ്രഭാതത്തിന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ പത്രം വരുന്നതിന്റെ മുമ്പ് സമസ്തയോട് പൊതുസമൂഹത്തിനുണ്ടായ നിലപാടും, ഈ പത്രം വന്നതിന് ശേഷം സമസ്തയോട് പൊതുപത്രം വന്നതിന് ശേഷം പൊതുസമൂഹത്തിന് ഉണ്ടായ നിലപാടും അനുഭവിച്ചിരിക്കുന്നവരാണ്. ജനസികൾക്ക് ഒരു പക്ഷേ അവർ ഈ ഒരു പത്രം മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ പത്രമുള്ള കാലത്ത് മാത്രമായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക. പത്രമില്ലാത്ത ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഒരു മതിപ്പും നൽകാതിരുന്ന ആളുകൾ നമ്മുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് നമ്മളുടെ ആശയങ്ങൾ ചേർത്ത് പിടിക്കാൻ ഇതര മീഡിയകൾ നിർബന്ധിതമായി എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഘടകം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കുക. സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ സമസ്തയുടെ ആശയങ്ങൾ വരിക എന്നതിനും അപ്പുറം ഒരു മീഡിയയിലുള്ള അല്ലെങ്കിൽ ഒരു പത്രമുള്ള ഒരു സംഘടനയെ ആരും നിസാരവൽക്കരിച്ച് തള്ളാൻ തയ്യാറാവില്ല. അതാണ് പോയിന്റ്. അവിടെ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ ശാക്തീകരിക്കുക എന്നുള്ള ഒരു പ്രവർത്തന പദ്ധതിക്ക് ബഹുമാനപ്പെട്ട മുൻഗാമികളായ ആളുകൾ തുടക്കം കുറിക്കുകയും ആ ശാക്തീകരണ പദ്ധതികളിൽ കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ചില ആളുകൾ മറ്റ് പല തെറ്റിദ്ധാരണകൾ ഇറക്കിവിട്ടുകൊണ്ട് പത്രത്തിനെതിരെയുള്ള പ്രചരണം നടത്തുന്നതിന്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് സമസ്ത ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടനാ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ വിഷയം തന്നെയാണ് ഈ പൊതുസമൂഹവുമായി കൊണ്ട് ഇടപെടാനുള്ള, പൊതുസമൂഹവുമായി കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈ മീഡിയ. അത് ഇവിടെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ സമസ്തയുടെ വാർത്തകൾ വരിക, നമ്മളുടെ പടം വരിക, നമ്മളുടെ ചിത്രം വരിക എന്നുള്ളതല്ല ആത്യന്തികമായ ലക്ഷ്യം. പൊതുസമൂഹവുമായി സമസ്തയ്ക്ക് ചിലത് പറയാനുണ്ട്, പൊതുസമൂഹവുമായി ഇടപെടലുകൾ നടത്താനുണ്ട്, പൊതുസമൂഹം നേരിടുന്ന വിഷയങ്ങളിൽ സമസ്തക്ക് അവിടെ വ്യക്തമായ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ പറയുന്ന സമയത്താണ് പൊതുസമൂഹം സമസ്തയെ കാണുന്നത്. ആ സമയത്താണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ സമസ്തക്ക് വില കൽപ്പിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണല്ലോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതര മീഡിയകളിൽ വരുന്ന എഡിറ്റോറിയലുകളും അതുപോലെ തന്നെ ലേഖനങ്ങളും ചർച്ചയാകാത്തെടുത്ത് സുപ്രഭാതത്തിൽ ഒരു 4 വരി വാർത്ത വന്നു കഴിഞ്ഞാൽ അത് സമൂഹം പരിഗണിക്കുന്നു. അതേത് വിഷയത്തിലായിരുന്നാലും ശരി. PMCയുടെ വിഷയം എടുത്തു കഴിഞ്ഞാലും PMCയുടെ നിലപാട് എന്തായിരുന്നോ നമ്മുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ആ നിലപാട് തന്നെ നമ്മളിവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് വഖഫ് ബോർഡ് അമെന്റ്മെന്റ് ആക്ട് നടപ്പിലാക്കിയതായ സമയത്ത് മോദി സർക്കാർ കൊണ്ടുവന്ന ഈ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമായിക്കൊണ്ട് സമൂഹത്തിന്റെ വരാനുള്ള നഷ്ടങ്ങളെ കുറിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിൽ തുറന്നു പറഞ്ഞത് എന്താണോ അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശബരിമല വിവാദം ഉണ്ടായതായ സമയത്ത് സമസ്തക്ക് നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് വെച്ചുകൊണ്ട് നമ്മൾ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും പക്ഷപാത പരമായി കൊണ്ടുള്ള നോട്ടങ്ങൾ ഉണ്ടാകുന്നതായ സമയത്ത് അതൊരു പക്ഷെ നമുക്ക് രാഷ്ട്രീയ ലാക്കോടുകൂടി കാണുന്നവരുണ്ടായേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖ്ലാസോടുകൂടി മുസ്ലിമിന്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പൗരന് ഭരണഘടനാപരമായി കൊണ്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ അത് നേടിയെടുക്കേണ്ട രീതിയിൽ ഭരണഘടന പരിധിക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഉയർത്തി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ നിലനിൽപ്പിന്റെ അവസാന ശബ്ദം വരെ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഇതിന്റെ പ്രാഥമിക ചർച്ചക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളുടെയും കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാനിഫെസ്റ്റോ അനുസരിച്ചുകൊണ്ട്, ആ പോളിസിക്ക് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണകളിൽ നമ്മൾ വീണ് പോകാൻ പാടില്ല. പലരും പല രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ യഥാർത്ഥമായ വസ്തുത അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അതുപോലെ തന്നെ മുസ്ലിം പൊതുസമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലാതെ മറ്റെന്താണ് ഇതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്?
ഏതെങ്കിലും ചില പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന പരസ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്യങ്ങൾ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ അതേ പരസ്യങ്ങൾ തന്നെ അവരുടെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പത്രങ്ങളിൽ വരുമ്പോൾ മൗനം പാലിക്കുകയും സുപ്രഭാതത്തിൽ വരുമ്പോൾ ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശകലന വിധേയമാക്കേണ്ടതാണ്. അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശബ്ദിക്കേണ്ടി വരുമ്പോൾ ശബ്ദിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഭരണഘടനാപരമായി കൊണ്ട് ലഭിക്കേണ്ടതായ അവകാശങ്ങളെ നേടിയെടുക്കേണ്ട രീതിയിൽ നേടിയെടുക്കാനുള്ള ഒരു മീഡിയയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ആത്യന്തികമായി ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ പ്രചരണമാണ്. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅ എന്താണെന്ന് നിഷ്കർഷിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വഴിയായിക്കൊണ്ട് ഇതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് പോകുന്നതായ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സുപ്രഭാതം വരുന്നതിന്റെ മുമ്പ് ഒരുപാട് ജീവിച്ചവരാണ് നാം. അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നാലും സമസ്തയെ പരിഗണിക്കപ്പെടുന്നിടത്തേക്ക് എത്തിയത് ഈ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു മീഡിയ കാരണമായി കൊണ്ടാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ പരിപാടികളിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തയെ അതർഹിക്കുന്ന പരിഗണനയോടുകൂടി വിളിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയുന്നത് ഈ ജനലക്ഷങ്ങളുടെ മുമ്പിലേക്ക് എന്നും രാവിലെ എത്തുന്ന ഈ പത്രമാണ്. അതുകൊണ്ട് ഇസ്സത്തോടുകൂടി സമസ്തയുടെ പ്രവർത്തകന്മാരായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിക്കൊണ്ട് നിലനിൽക്കുന്നത് ഇത് ഇനിയും കൂടുതൽ കൂടുതൽ ശാക്തീകരിക്കാനാണ്. സത്യത്തിൽ കോപ്പി കൂടിയാൽ ഇവിടെ നഷ്ടമാണ്. ചെലവ് കൂടും, പ്രിന്റിംഗ് ചെലവ് കൂടുന്നതിനനുസരിച്ചുകൊണ്ട് എക്സ്പെൻസ് കൂടും, അതൊക്കെ ആ വഴിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ലക്ഷ്യമിടുന്നതല്ല 10 ആളുടെ ഇടയിലേക്ക് കൂടുതൽ ഇതിന്റെ സന്ദേശം എത്തണം. ഇതിറക്കുന്നത് ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ഇതിറക്കുന്നത് ഏതെങ്കിലും ഒരു സാമ്പത്തികമായ മെച്ചമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആശയം 10 ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ എന്തൊക്കെ കഴിയണം, അതിനുള്ള പദ്ധതികൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ലൈബ്രറികളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഒരു 10 കോപ്പിയെങ്കിലും എന്റെ മദ്രസ പറയും, നമ്മൾ പോയാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരല്ല അവർ എന്ന് മനസ്സിലാക്കി നമ്മുടെ ഓരോ ഉമ്മത്തിൽപ്പെട്ടതായ ആളുകളെയും പോയി കണ്ട് കഴിവുള്ള ആളുകളെ കണ്ട് ചേർത്തിക്കാൻ നമ്മൾ കുറച്ചു സമയം ഇതിന് വേണ്ടി നമ്മൾ മെനക്കെടണം. ഇതുണ്ടെങ്കിലുള്ള മെച്ചം നമ്മൾ പോയി ഒരാളോട് 10 പ്രാവശ്യം പറയുന്നതിനും അപ്പുറമാണ് ദിനേന ഇവരുടെ മുമ്പിലേക്ക് വരുന്ന ഈ പത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ സമസ്തയുമായി കൊണ്ട് ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടാക്കുകയാണ്. ഈ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ നമ്മളൊന്ന് കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ സമസ്തയുടെ അടിയുറച്ച പ്രവർത്തകന്മാരാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഞാൻ കൂടുതലൊന്നും സംഗതി വിശദീകരിക്കുന്നില്ല. ഇതിനെ കുറിച്ച് കൊണ്ട് കൂടുതൽ മനസ്സിലാക്കിയവരും പഠിച്ചവരും ഇതിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ് നിങ്ങൾ എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്കല്ല പോകുന്നത്. ഇതെങ്ങനെ നമുക്ക് പ്രായോഗികവൽക്കരിക്കാം എന്നുള്ളതിലേക്ക് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഇഖ്ലാസോടുകൂടി രംഗത്ത് വരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ളതായ ഒരു ഇഖ്ലാസോടുകൂടിയുള്ളതായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കടന്നു വരിക? ഇതൊക്കെ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിരാശരാക്കേണ്ടി വരില്ല. الذين قال لهم الناس ان الناس قد جمعوا لهم فاخشوهم فزادهم ايمانا. ബദറിന്റെ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് ശത്രുക്കളെല്ലാം അവർക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, എല്ലാവരും മറുപക്ഷത്താണ് എന്ന് പറഞ്ഞതായ സമയത്തും അവർക്ക് എതിരെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതായ സമയത്തും അവർക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാലം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് സത്യത്തിന്റെ ആളുകൾക്ക് നേരെയുള്ള വിമർശനങ്ങളും എതിർപ്പുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നത് തിന്മകൾ വർദ്ധിച്ചതായ സമയത്ത് നന്മയുടെ പിന്നിൽ നിൽക്കുന്നതായ ആളുകൾ അവർക്കാണ് നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും, കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ഇത് ജൻസികളുടെ കാലമാണ്. സ്വാഭാവികമായും അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്കാണ് നമ്മളുടെ പുതിയ എഡിറ്റോറിയൽ പോളിസി നമ്മൾ മാറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ പദ്ധതികളൊക്കെ ഇവിടെ വിശദീകരിക്കും. ന്യൂസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ
നമ്മളുടെ വരിക്കാരെ ചേർത്തൽ നടക്കുന്നത്. നിങ്ങൾ പഴയ ഈ എന്താ പറയാ പഴയ പേപ്പർ വർക്കുകളിലൂടെ കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥകളിൽ നിന്നുകൊണ്ട് മാറി ഏറ്റവും ലളിതമായ രീതിയിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ വളരെ വേഗതയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ മൊബൈലിൽ ഈ ന്യൂസപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് വ്യക്തമായിക്കൊണ്ട് ഡയറക്ഷൻ കിട്ടുന്നു. അതിലേക്ക് ഓരോ മദ്രസ സദർ മാലിന്യം കിട്ടേണ്ടതായ കോഡുകൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് സിമ്പിൾ ആയിക്കൊണ്ട് പ്രവേശിച്ച് ഓരോ വരിക്കാരെയും ചേർത്താൻ കഴിയും. മുൻ വരിക്കാരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവരുടെ സീരിയൽ നമ്പറോ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ അവിടെ റെഡിയാവുകയാണ്. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ആ സമയത്ത് തന്നെ ഓഫീസിലേക്ക് ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതായ സമയത്ത് മേഖലാ കോർഡിനേറ്റർക്കും ജില്ലാ കോർഡിനേറ്റർക്കും സ്റ്റേറ്റ് കോർഡിനേറ്റർക്കും സുപ്രഭാതത്തിന്റെ ഓഫീസിലേക്കും ഒക്കെ ദ്രുതഗതിയിൽ പെട്ടെന്ന് തന്നെ വിഷയം കൈമാറുന്നു. അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ചേർത്തിച്ച് ആ ചേർത്തിച്ചതിന്റെ കോപ്പി ഓഫീസിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇത് വൈകൂല. അപ്പോ സ്വാഭാവികമായിട്ടും പത്രം ചേർത്ത് ബഹുമാനപ്പെട്ട ബിജു താലിക്കാക്കുടി നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരിക. ഇത് ചേർപ്പിച്ചതായ സമയത്ത് തന്നെ അവർക്ക് അവരുടെ ലിസ്റ്റ് ഓഫീസിൽ എത്താനുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂസപ്പ് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിന്റെ ഉപയോഗക്രമങ്ങളും മറ്റും ഒരു വീഡിയോ ആയിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിന്റെ ഇൻസ്ട്രക്ഷൻ പരിപൂർണമായിട്ടുണ്ടാകും. അതനുസരിച്ചുകൊണ്ട് പരിപൂർണമായി ഡിജിറ്റൽ വൽക്കരിച്ചുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ക്രമീകരിക്കാനും പരിപൂർണമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നിർണയിച്ച സമയബന്ധിതമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തന കലണ്ടർ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ശ്രമിക്കണമെന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.